2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കൊച്ചി അഴിമുഖത്ത് മത്സ്യബന്ധനയാനങ്ങൾ അപകടഭീതി ഉയർത്തുന്നു. കൊച്ചി അഴിമുഖത്ത് യാത്രാ ബോട്ടുകൾക്കും ടൂറിസ്റ്റ് ബോട്ടുകൾക്കും അപകടഭീതി ഉയർത്തി മത്സ്യബന്ധനയാനങ്ങൾ. ഫോർട്ട് കൊച്ചി കമാലക്കടവിൽ ഇന്ധനം നിറക്കുന്നതിനും തൊഴിലാളികൾ ഇറക്കുന്നതിനുമായി എത്തുന്ന യാനങ്ങളാണ് അപകടത്തിന് കാരണമാകുന്നത്. ഈ യാനങ്ങൾ നിയന്ത്രണം വിടുന്നത് ഇവിടുത്തെ ചീനവലകൾക്കും ഭീഷണിയായി മാറുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട യാനം പിടിച്ച് ചീനവല തകർന്നിരുന്നു. ജീവഹാനി ഉണ്ടാകാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. യാനങ്ങൾ നിയന്ത്രണം വിട്ട് ടൂറിസ്റ്റ് ജെട്ടിയിൽ ഇടിച്ച് ജെട്ടി തകർന്നത് 2 തവണയാണ്. ഇത് സംബന്ധിച്ച് കൊച്ചി ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റി നോഡൽ ഓഫീസർ ബോളി തോമസ് കളക്ടർക്ക് പരാതി നൽകിയിട്ടും യാതൊരു ഫലവും ഭയങ്കര അനാവശ്യമായ കാര്യങ്ങൾ എന്താ വെച്ചാൽ ഒരു വൻ ദുരന്തം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. ഒരു 11 പേര് മരണപ്പെട്ടുണ്ടായി. ഇവിടെ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പദ്ധതി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്, വാട്ടർ മെട്രോ. അതും ഇതിലെ കൂടെ തന്നെയാണ് പോകുന്നത്. ഭയങ്കര ആഴമേറിയ കടലാണിത്. ഈ പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ബോട്ടിനെ പമ്പിൽ പെട്രോൾ അടിക്കാനുള്ള അനുമതിയുള്ളൂ. ഇവരിവിടെ ചെയ്യുന്നത്, ഇവിടെ കൊണ്ടുവന്നിട്ട് 5-6 ബോട്ടുകൾ ഇങ്ങനെ നീളത്തിൽ കെട്ടിയിട്ട് ഇവിടുന്ന് ആളെ ഇറക്കുകയും അർദ്ധരാത്രിയാണ് ഇവിടുന്ന് ബോട്ടിൽ ഇങ്ങോട്ട് ആൾക്കാരെ കയറ്റിക്കൊണ്ടാണ്. ടൂറിസ്റ്റ് ജെട്ടിക്ക് സമീപം കെട്ടിയിട്ടിരിക്കുന്ന മത്സ്യബന്ധന ബോട്ടുകൾ കെട്ടഴിഞ്ഞു പോകുന്നതും കൊച്ചിയുടെ അഴിമുഖത്ത് ടൂറിസ്റ്റ് ബോട്ടുകൾക്ക് അപകട ഭീഷണിയാവുന്നുണ്ട്. 10-ൽ കൂടുതൽ ബോട്ടുകളാണ് ഒരേ സമയം ടൂറിസ്റ്റ് ബോട്ട് ജെട്ടിക്ക് സമീപമുള്ള പെട്രോൾ പമ്പിന് സമീപം നിരന്നു കിടക്കുന്നതും കയറ് പൊട്ടി അപകടകരമായ അന്തരീക്ഷമുണ്ടാക്കുന്നു. ഇതുമൂലം വിനോദസഞ്ചാരികളുടെ ബോട്ടുകൾക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും മത്സ്യബന്ധന ബോട്ടുകളുടെ യന്ത്രങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന ഓളങ്ങളിൽ ആടി ഉലയുകയുമാണ്. സ്കൂളുകളിൽ നിന്ന് വിനോദസഞ്ചാരത്തിന് വരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ടൂറിസ്റ്റ് ബോട്ടുകളിൽ ഉണ്ടാകുന്നത്. ഭീകര അന്തരീക്ഷം തരണം ചെയ്താണ് ഇവർ ടൂറിസ്റ്റ് ബോട്ട് ജെട്ടിയിൽ ഇറങ്ങുന്നത്. ഈ ഭാഗത്ത് തന്നെയാണ് 2015-ൽ മത്സ്യബന്ധന ബോട്ട് യാത്രാ ബോട്ടിലിടിച്ച് 11 പേരുടെ ജീവൻ നഷ്ടമായത്. അപകടകരമായ സ്ഥിതിയാണ് ഓരോ ദിവസവും ഇവിടെ. ആ രാത്രി കയറ്റിക്കൊണ്ടുവന്ന സംഭവത്തിലാണ് ഈ കാണുന്ന ചീനവലകൾക്കെല്ലാം ഇടിച്ച് ഈ രണ്ടെണ്ണം അങ്ങോട്ട് നശിഞ്ഞു പോയി. പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെ ഒരു ജെട്ടി ഉണ്ട്, അവിടെ ബോട്ട് ജെട്ടി ഉണ്ട്, പഴയ ജെട്ടി തൊട്ടപ്പുറം തന്നെ, അതും ഇടിച്ച് പൊളിച്ച്. ഇതൊക്കെ അധികാരികൾക്കാണെങ്കിൽ ഈ കൊച്ചിൻ കോർപ്പറേഷനാണെങ്കിലും നമ്മളാ ബിൽഡിംഗ് തന്നെ പോർട്ടിൻ്റെ അധികാരികളാണെങ്കിലും നമ്മളെ കേരള സർക്കാരാണെങ്കിലും ഇത് തന്നെ യാതൊരുവിധ. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.